വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, അടിപൊളിയായിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇതായി ഒരു കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമുക്ക് പഠിക്കാനുള്ളതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല നിങ്ങളായിട്ട് ഇത് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ആൻസേഴ്സ് ഒക്കെ പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അതവിടെ നോക്കിയോ, ഇവിടെ കുറേ ആളുകളെ കാണുന്നുണ്ട് അല്ലേ. നമ്മുടെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറേ ചിത്രങ്ങളുണ്ട്. അപ്പൊ ഇത് ആരൊക്കെയാണ് ആഹാര സാധനങ്ങൾ പറയുന്ന സമയത്ത്? ഇത് നമ്മുടെ പഴംപൊരിയാണ്, കൊഴുക്കട്ടയുണ്ട് അല്ലെ, ഉള്ളിൽ ശർക്കരയൊക്കെ നിറച്ചിട്ടുള്ള. നമ്മൾ എന്താണ് വൈകുന്നേരം ചായക്കൊക്കെ ചിലപ്പോൾ വീട്ടിൽ പാരന്റ്സ് ഒക്കെ ഉണ്ടാക്കി തരാറുണ്ടാവും. അപ്പൊ നമ്മുടെ കൊഴുക്കട്ടയുണ്ട്, അതുപോലെ നമ്മുടെ ഇലയടയുണ്ട്, പരിപ്പ് വടയുണ്ട്, വട്ടയപ്പം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നെയ്യപ്പം ഉണ്ട് അല്ലെ. നമ്മുടെ ചോദ്യം എന്താണെന്ന് അറിയാവോ? ആഹാര സാധനങ്ങളെ തരം തിരിക്കൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദാ ഈ ആഹാര സാധനങ്ങളെ തരം തിരിക്കണം അല്ലെ. എങ്ങനെയാടാ നമ്മൾ ആഹാര സാധനങ്ങളെ തരം തിരിക്കുന്നത്? എന്റെ മക്കൾക്കറിയാം, ആഹാരം എന്ന് പറയുന്ന സമയത്ത് പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഹാരം കഴിക്കാറുണ്ട് അല്ലെ. വേവിക്കാതെ കഴിക്കാറുണ്ട്, വേവിച്ച് കഴിക്കാറുണ്ട്. ഇനിയിപ്പോ വേവിച്ച് കഴിക്കുന്നതിൽ തന്നെ എന്താണ്, നമ്മൾ ഈ ആവിയിൽ വേവിക്കുന്നവയുണ്ട്, എണ്ണയിൽ ചുട്ടെടുക്കുന്നവയുണ്ട് അല്ലേടാ. പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഹാരം കഴിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന ആളുകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും, ഇവരെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും അല്ലെ. ഇവരെ ചില ആളുകളൊക്കെ എന്താണ്, ആവിയിൽ വേവിച്ചെടുക്കുന്ന ആളുകളാണ്. സൂക്ഷിച്ചു നോക്കിയേ മക്കള്. എന്നാൽ ചില ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എണ്ണയിൽ ചുട്ടെടുക്കണം അല്ലെങ്കിൽ വറുത്തെടുക്കണം അല്ലെ. അപ്പൊ അവരാരൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിക്കേ, ദാ ആവിയിൽ പുഴുങ്ങിയിരിക്കുന്നവ അല്ലെങ്കിൽ ആവിയിൽ വേവിക്കുന്നവ ആരൊക്കെയാണ് ഇതിനകത്ത്? ദാ നമ്മുടെ കൊഴുക്കട്ടയാവട്ടെ, ഇലയടയാവട്ടെ, വട്ടയപ്പം ആവട്ടെ അല്ലെ. ഇതാ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കൊഴുക്കട്ട, ഇലയട, വട്ടയപ്പം. ഇവർ മൂന്ന് പേരും എന്താണ്, ആവിയിൽ വേവിച്ചെടുക്കുന്ന ആളുകളാണ് അല്ലെ. അവർക്ക് നമുക്ക് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ബാക്കിയുള്ള ആളുകൾ ആരൊക്കെയാണ്? ബാക്കിയുള്ള ആളുകള് പഴംപൊരി ആവട്ടെ, പരിപ്പ് വടയാവട്ടെ, നമ്മുടെ നെയ്യപ്പം ആവട്ടെ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലെ. ഇവരൊക്കെ എന്താണ്, എണ്ണയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചുട്ടെടുക്കുന്നത്. അപ്പൊ ആഹാര സാധനങ്ങളെ ഈ പറയുന്ന രീതിയിൽ തരംതിരിക്കാനുള്ള ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കണ്ടുവരാറുണ്ട്. ഇതുപോലെ ഒന്നുകിൽ എഴുതാനോ അല്ലെങ്കിൽ വട്ടം വരയ്ക്കാനോ ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു രീതിയിലേ ചോദിക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ആഹാര പദാർത്ഥങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇനിയും ചെയ്യാടാ. അപ്പൊ വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.